ഗൈസ് വെൽക്കം ബാക്ക് ടു റെലംസ് ഓഫ് കാവ്യ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ്. ഇത് പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് എടുക്കുന്നത് പപ്പായയുടെ ഇലയാണ്. ഇത് ഞാൻ ഡോക്ടർ ടിൻഡുമോൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. പപ്പായയിൽ പിഗ്മെന്റേഷനെ വേരോടെ ഇല്ലാതാക്കാൻ മാത്രമല്ല മുഖക്കുരുവിന്റെ പാടുകൾ, ചുളിവുകൾ, മറ്റു കറുത്ത പാടുകൾ എന്നിവയും പതിയെ നീക്കം ചെയ്യാനുള്ള ഗുണങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ ചർമ്മത്തെ വൃത്തിയുള്ളതും തിളക്കമുള്ളതുമാക്കുന്നു. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം പപ്പായയുടെ ഇല പറിക്കണം. പോയി പറിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ പപ്പായയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകണം, കാരണം ഇതിൽ കറയുണ്ട്. അപ്പോൾ ആ കറ നന്നായിട്ട് കളയണം. അപ്പോൾ കഴുകിയെടുക്കാത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അരയ്ക്കണം. ആ ഒരു പപ്പങ്ങയുടെ ഇല മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച ശേഷം അതിൻ്റെ നീരെടുത്തിട്ട് ആ നീരിൽ കടലമാവും പിന്നെ കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ തേനില്ലാത്തത് കൊണ്ട് ഞാൻ കടലമാവ് മാത്രം ഈ നീരിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മറക്കരുത്, മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ആ നീരിലാണ് കടലമാവ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് സ്കിൻ കെയർ ആയാലും എന്തായിരുന്നാലും മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്തിട്ട് മാത്രമേ എന്തായാലും അപ്ലൈ ആവൂ. അപ്പോൾ ഞാൻ ഫേസും നെക്കും നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. പപ്പായയുടെ ഇലയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് കുറച്ച് സഹിക്കണം കേട്ടോ. പക്ഷെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ മുഖക്കുരുവോ പിഗ്മെൻറ്റേഷനോ അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി മുഖം കുറച്ചുകൂടെ ക്ലീൻ ആവുമെന്നാണ് പറയുന്നത്. ഇത് പാളിപ്പോയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഡോക്ടർ ടിൻഡുമോൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ്. അപ്പോൾ ഈ ഒരു പാക്ക് സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആ മാസ്ക് മുഖത്തുനിന്ന് അത് റിമൂവ് ആക്കാൻ ഭയങ്കര പ്രയാസപ്പെട്ടു കേട്ടോ. എന്ന് വെച്ചാൽ അത് വെറുതെ കഴുകിയെന്ന് പറഞ്ഞത് പോകത്തില്ല. പിന്നെ ഞാൻ കുളിച്ചപ്പോൾ അതും പോയി. ഇപ്പോൾ സംഭവം സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് പിഗ്മെൻറ്റേഷൻ പോയതായിട്ട് തോന്നുന്നുണ്ട്. സംഭവം ഇത് വർക്കാണ്. പക്ഷേ നിങ്ങൾ സംഭവം മുഖത്തുനിന്ന് അത് ഇട്ട് കഴിഞ്ഞാൽ അത് പോകാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ഈ പാക്ക് ഇടുകയാണെങ്കിൽ നന്നായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.